ഫസ്റ്റ് സെമസ്റ്റർ ബികോം വിദ്യാർത്ഥികളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സബ്ജക്റ്റിൽ ഒന്നാണ് മാനേജീരിയൽ എക്കണോമിക്സ് എന്നുള്ളത്. അപ്പം എക്കണോമിക്സ് എന്ന് പറയുന്ന ഒരു സബ്ജക്റ്റ് നിങ്ങൾ ഇതിന് മുൻപേ നിങ്ങളുടെ പ്ലസ് ടു ക്ലാസ്സുകളിലൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. എന്താണ് എക്കണോമിക്സ്, എക്കണോമിക്സിലെ ഡിഫറെൻറ്റ് മെത്തേഡ്സ്, ടെക്നിക്സുകളൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. അതിൽ നിന്നും കുറച്ച് വ്യത്യസ്തമായിട്ടുള്ള ഒരു സബ്ജക്റ്റാണ്, എക്കണോമിക്സുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു സബ്ജക്റ്റാണ് മാനേജീരിയൽ എക്കണോമിക്സ് എന്നുള്ളത്. അപ്പോൾ നിങ്ങളുടെ ഫസ്റ്റ് സെമസ്റ്ററിൽ മാത്രമാണ് നിങ്ങൾക്ക് എക്കണോമിക്സ് എന്ന് പറയുന്ന, മാനേജീരിയൽ എക്കണോമിക്സ് എന്ന് പറയുന്ന എക്കണോമിക് റിലേറ്റഡ് ആയിട്ടുള്ളൊരു സബ്ജക്റ്റ് നിങ്ങൾ ഡീൽ ചെയ്യുന്നത്. അതിനുശേഷം നിങ്ങൾക്ക് പിന്നീട് വരുന്ന സെമസ്റ്ററുകളൊന്നും തന്നെ മാനേജീരിയൽ എക്കണോമിക്സോ അല്ലെ എക്കണോമിക്സ് റിലേറ്റഡ് ആയിട്ടുള്ള സബ്ജക്റ്റുകൾ അധികം നിങ്ങൾ ഡീൽ ചെയ്യുന്നില്ല. അപ്പം ഈ സെമസ്റ്ററിൽ മാനേജീരിയൽ എക്കണോമിക്സ് എന്താണെന്നും അതിൻ്റെ ഒരു പൂർണ്ണമായിട്ടുള്ള രൂപം നിങ്ങൾക്ക് മനസ്സിലാക്കി തരിക എന്നുള്ളതാണ് ഈ ഒരു സബ്ജക്റ്റ് നിങ്ങൾ പഠിക്കുന്നതോടുകൂടി യൂണിവേഴ്സിറ്റി ലക്ഷ്യം വെക്കുന്നത്. അപ്പം നിങ്ങളുടെ പ്ലസ് 1 പ്ലസ് 2 കാലഘട്ടങ്ങളിൽ നിങ്ങൾ എക്കണോമിക്സ് എന്താണെന്ന് നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. എക്കണോമിക്സിൻ്റെ മീനിങ് എന്താണ്, ഡെഫിനിഷൻ എന്താണ്, അതോടൊപ്പം എക്കണോമിക്സിൽ ഉപയോഗിക്കുന്ന ഡിഫറെൻറ്റ് ടെക്നിക്സുകൾ, മെത്തേഡ്സുകൾ, മൈക്രോ എക്കണോമിക്സ് എന്താണ്, മാക്രോ എക്കണോമിക്സ് എന്താണ്, നാഷണൽ ഇൻകം, ഇങ്ങനെയുള്ള ഒരുപാട് ടേമുകൾ നിങ്ങൾ ഇതിനോടകം തന്നെ പഠിച്ചു കഴിഞ്ഞിട്ടുണ്ടാവും. എന്നിരുന്നാലും നമ്മൾ ആദ്യ ഭാഗങ്ങളിൽ, ഈ സബ്ജക്റ്റിൻ്റെ ആദ്യ ഭാഗങ്ങളിൽ എക്കണോമിക്സുമായിട്ട് ബന്ധപ്പെട്ട് കുറച്ച് കാര്യങ്ങൾ നിങ്ങൾ പഠിക്കും. മീനിങ്, ഡെഫിനിഷൻ കാര്യങ്ങളൊക്കെ പഠിക്കും. അതിനുശേഷം നമ്മൾ പൂർണ്ണമായിട്ടും മാനേജീരിയൽ എക്കണോമിക്സ് എന്ന് പറയുന്ന മേഖലയിലേക്ക് നമ്മൾ കടക്കും. അപ്പോൾ മാനേജീരിയൽ എക്കണോമിക്സും തമ്മിൽ കുറച്ച് വ്യത്യാസമുണ്ട്. കാരണം എക്കണോമിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ പണ്ട് പഠിച്ചതുപോലെയല്ല. ബിസിനസ്സിൽ ഒരു കൊമേഴ്ഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ അല്ലെങ്കിൽ ഒരു ബിസിനസ് സ്ഥാപനത്തിൽ ഈ എക്കണോമിക് ടൂളുകൾ എങ്ങനെയാണ് ഉപയോഗിക്കുക, അല്ലെ എക്കണോമിക്സിൽ നിങ്ങൾ പഠിച്ച ടെക്നിക്കുകളും മറ്റു കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് അത് ബിസിനസ്സിൽ പ്രാവർത്തികമാക്കുക, എങ്ങനെയൊക്കെ അത് ബിസിനസ്സിൽ അപ്ലൈ ചെയ്യാൻ പറ്റും, ഈ കാര്യങ്ങളാണ് നമ്മൾ മാനേജീരിയൽ എക്കണോമിക്സ് എന്നതുകൊണ്ട് നമ്മൾ അർത്ഥമാക്കുന്നത്. അപ്പോൾ നമുക്ക് ആദ്യമായിട്ട് നമുക്ക് എക്കണോമിക്സിൻ്റെ മീനിങ്ങും ഡെഫിനിഷനും കാര്യങ്ങളൊക്കെ ഒന്ന് നമുക്ക് നോക്കാം. അപ്പോൾ എന്താണ് എക്കണോമിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അപ്പം എക്കണോമിക്സ് എന്ന് പറയുന്ന ഒരു വേർഡ്, ഇറ്റ് ഈസ് ഡിറൈവ്ഡ് ഫ്രം എ ഗ്രീക്ക് വേർഡ്, അല്ലേ? ഒരു ഗ്രീക്ക് വേർഡ് ഇക്കണോമിയ എന്ന് പറയുന്ന ഗ്രീക്ക് വേർഡിൽ നിന്നാണ് എന്ത് ഡിറൈവ് ചെയ്തിട്ടുള്ളത്? എക്കണോമിക്സ് എന്ന് പറയുന്ന വേർഡ് ഡിറൈവ് ഉള്ളത്, വിച്ച് മീൻസ് ഹൗസ് ഹോൾഡ് മാനേജ്മെൻറ്റ്. ഓക്കെ, അതിന് ആ എക്കണോമിയ എന്ന് പറഞ്ഞ ഗ്രീക്ക് വേർഡിൻ്റെ അർത്ഥം ഹൗസ് ഹോൾഡ് മാനേജ്മെൻറ്റ് എന്നാണ്. അപ്പം എക്കണോമിക്സ് ഈസ് എ വേർഡ് ഡിറൈവ് ഫ്രം എ ഗ്രീക്ക് വേർഡ് എക്കണോമിയ വിച്ച് മീൻസ് ഹൗസ് ഹോൾഡ് മാനേജ്മെൻറ്റ്. പിന്നെ എന്താണ് എക്കണോമിക്സിൻ്റെ ഒരു മീനിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എക്കണോമിക്സിൻ്റെ മീനിങ്സ്, എക്കണോമിക്സ് ഇസ് എ സോഷ്യൽ സയൻസ് എന്ന് നമുക്ക് വളരെ സിമ്പിളായിട്ട് പറയാം, അല്ലേ? എന്തുകൊണ്ടാണ് എക്കണോമിക്സിന് ഒരു സോഷ്യൽ സയൻസ് എന്ന് പറയാൻ കാരണം ഇത് സോഷ്യലുമാണ്, ഇത് സയൻസുമാണ്. എന്തുകൊണ്ടാണ് സോഷ്യൽ ആണെന്ന് പറയാൻ കാരണം? ഇറ്റ് ഈസ് കോൾഡ് സോഷ്യൽ ബിക്കോസ് ഇറ്റ് സ്റ്റഡീസ് മാൻകൈൻഡ് ഓഫ് എ സൊസൈറ്റി. ഇറ്റ് ഡീൽസ് വിത്ത് ആസ്പെക്റ്റ് ഓഫ് ഹ്യൂമൻ ബിഹേവിയർ. അതായത് ഒരു സൊസൈറ്റിയിലുള്ള വ്യക്തികളെ കുറിച്ചിട്ട് നമ്മൾ എക്കണോമിക്സുകൾ പഠിക്കുന്നുണ്ട്. ഓക്കെ, ഇപ്പം ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മൾ കൺസ്യൂമേഴ്സിൻ്റെ ബിഹേവിയർ എങ്ങനെയാണ്, കൺസ്യൂമേഴ്സിൻ്റെ സാറ്റിസ്ഫാക്ഷൻ എങ്ങനെയാണ്, ഇതൊക്കെ മനുഷ്യരുടെ ബിഹേവിയറുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന പല ടേമുകൾ എക്കണോമിക്സിൽ നമ്മൾ യൂസ് ചെയ്യുന്ന സെർട്ടൺ ടേംസുകളാണ്. അപ്പം ഇത് ഹ്യൂമൻ ബിഹേവിയറിനെ കുറിച്ച് പഠിക്കുന്നത് കൊണ്ടാണ് നമ്മൾ ഇതിനെന്ത് വിളിക്കുന്നത്? സോഷ്യൽ എന്ന് വിളിക്കുന്നത്. അതോടൊപ്പം ഇതൊരു സയൻസുമാണ്, അല്ലേ? Why it is called science? It studies social problems from a scientific point of view. സോഷ്യലായിട്ടുള്ള പല പ്രോബ്ലംസും നമ്മൾ സയൻറ്റിഫിക് പോയിന്റ് ഓഫ് വ്യൂവിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? സ്റ്റഡി ചെയ്യുന്നത്. പല മെത്തേഡുകളും, ഓക്കെ, സയൻറ്റിഫിക് ആയിട്ടുള്ള പല മെത്തേഡുകളും നമ്മൾ ഇവിടെ അപ്ലൈ ചെയ്യുന്നുണ്ട്. അതുമാത്രമല്ല സയൻസിൻ്റെ ഒരു പ്രത്യേകത നിങ്ങൾക്കറിയാം, നമുക്കത് പ്രൂവ് ചെയ്യാൻ പറ്റും, അല്ലേ? സയൻസിൽ ഒരു ടേം നമുക്കത് പ്രൂവ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെയാണ് എക്കണോമിക്സിൽ നമ്മളൊരു യൂസ് ചെയ്യുന്ന ടേമുകൾ അല്ലെങ്കിൽ ടെക്നിക്കുകൾ നമുക്കത് പ്രൂവ് ചെയ്യാൻ പറ്റും. ഓക്കെ, അത് ട്രൂ ആണെന്നുള്ളത് നമുക്ക് പ്രൂവ് ചെയ്ത് കാണിക്കാൻ പറ്റും. എനിവേ സയൻസ് ആണ് പറയാൻ കാരണം ഇറ്റ് സ്റ്റഡീസ് സോഷ്യൽ പ്രോബ്ലംസ് ഫ്രം എ സയൻറ്റിഫിക് പോയിന്റ് ഓഫ് വ്യൂ. ഓക്കെ, നൗ ലെറ്റ്സ് സീ വിച്ച് ആർ ദ different definitions of economics.
ഇക്കണോമിക്സിൻ്റെ പലതരത്തിലുള്ള ഡെഫിനിഷൻസ്, പ്രധാനമായിട്ടും 4 ഡെഫിനിഷൻസ് ആണ് നമ്മൾ പ്രധാനമായിട്ടും പഠിക്കുന്നത്. വെൽത്ത് ഡെഫിനിഷൻ, വെൽഫെയർ ഡെഫിനിഷൻ, സ്കേഴ്സിറ്റി ഡെഫിനിഷൻ ആൻഡ് ഗ്രോത്ത് ഡെഫിനിഷൻ. 4 ഡെഫിനിഷനാണ് പ്രധാനമായിട്ടും എക്കണോമിക്സിൽ നമ്മൾ പഠിക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പം ഇത് ഓരോ ഡെഫിനിഷനും, വെൽത്ത് ഡെഫിനിഷൻ ആഡം സ്മിത്തിൻ്റെ ആണ്, വെൽഫെയർ ആൽഫ്രഡ് മാർഷിൻ്റെ ആണ്, സ്കേഴ്സിറ്റിയും ആൽഫ്രഡ് മാർഷിൻ്റെ ആണ്. ദെൻ ഗ്രോത്ത് ഡെഫിനിഷൻ മറ്റൊരു വ്യക്തിയാണ്, ഒരു പുതിയൊരു റോബിൻസ് എന്ന് പറയുന്ന ഒരു ഇക്കണോമിസ്റ്റാണ് ഈ ഒരു ഡെഫിനിഷൻ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പം എനിവേ നമുക്ക് ഓരോ ഡെഫിനിഷനും ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് നമുക്കൊന്ന് ഡിസ്കസ് ചെയ്ത് നോക്കാം. The first definition is wealth definition. It was introduced in the year 1776 by Adam Smith in his book An Enquiry into the Nature and Causes of Wealth of Nation. അപ്പം ആഡം സ്മിത്ത് ആണ് ഈ ഡെഫിനിഷൻ, വളരെ പഴയ ഡെഫിനിഷനാണ്. ആദ്യമായിട്ട് ഇക്കണോമിക്സ് എന്ന് പറയുന്ന ടേമിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ ശ്രമിച്ചിട്ടുള്ള ആളാണ്. 1776 ഈ ഡെഫിനിഷൻ വന്നിട്ടുള്ളത്. അദ്ദേഹത്തിൻ്റെ ഫേമസ് ആയിട്ടുള്ള ബുക്കാണ് ആൻ എൻക്വയറി ഇൻ ടു ദ നേച്ചർ ആൻഡ് കോസസ് ഓഫ് വെൽത്ത് ഓഫ് നേഷൻ എന്ന് പറയുന്ന ബുക്ക്. ആ ബുക്കിലാണ് അദ്ദേഹം ഈ ഒരു ഡെഫിനിഷൻ പറഞ്ഞിട്ടുള്ളത്. അപ്പം ഇദ്ദേഹത്തെയാണ് നമ്മൾ ഫാദർ ഓഫ് എക്കണോമിക്സ് എന്ന് പറയുന്നത്. കാരണം ആദ്യമായിട്ട് എക്കണോമിക്സിന് ഒരു ഡെഫിനിഷൻ നൽകിയിട്ടുള്ളത് ഈ ആഡം സ്മിത്ത് ആണെന്നാണ് നമ്മൾ കണക്കാക്കപ്പെടുന്നത്. അപ്പം അതുകൊണ്ടാണ് ആഡം സ്മിത്തിനെ എന്തെന്ന് വിളിക്കുന്നത്, ഫാദർ ഓഫ് എക്കണോമിക്സ്. ഒരുപക്ഷെ നിങ്ങൾക്ക് 1 മാർക്കിന് ഒരു ക്വസ്റ്റ്യൻ എക്സ്പെക്ട് ചെയ്യാം, ഹു ഈസ് ദി ഫാദർ ഓഫ് എക്കണോമിക്സ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആഡം സ്മിത്ത് ആണ്. ഓക്കെ, ഓർത്ത് വെച്ചോളാം നിങ്ങൾ. ഓക്കെ, എന്താണ് അദ്ദേഹത്തിൻ്റെ ഈ വെൽത്ത് ഡെഫിനിഷൻ കൊണ്ട് അദ്ദേഹം ഉദ്ദേശിക്കുന്നത് നമുക്ക് നോക്കാം. അപ്പം വെൽത്ത് ഡെഫിനിഷനിൽ അദ്ദേഹം പറയുന്നത് എക്കണോമിക്സ് ഇസ് ദ സ്റ്റഡി ഓഫ് നേച്ചർ ആൻഡ് കോസസ് ഓഫ് നാഷണൽ വെൽത്ത്. ഓക്കെ, അപ്പം അദ്ദേഹം പറയുന്നത് എക്കണോമിക്സ് എന്ന് പറയുന്നത് എന്താണ്, ഒരു സ്റ്റഡിയാണ് അല്ലേ. എന്തിനെ കുറിച്ചുള്ള സ്റ്റഡിയാണ്? നേച്ചർ ആൻഡ് കോസസ് ഓഫ് നാഷണൽ വെൽത്ത്. നാഷണൽ വെൽത്തിൻ്റെ കാരണങ്ങളും പ്രത്യേകതകളും അടങ്ങുന്ന ഒരു സ്റ്റഡീനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, എക്കണോമിക്സ് എന്ന് പറയുന്നതാണ് ആര് പറയുന്നത്, ആഡം സ്മിത്ത്. അല്ലെങ്കിൽ ഒന്നും കൂടെ സിമ്പിളായിട്ട് നമ്മൾ പറയുകയാണെങ്കിൽ അദ്ദേഹം പ്രധാനമായിട്ടും ഫോക്കസ് ചെയ്യുന്നത് ഹൗ വെൽത്ത് ഈസ് പ്രൊഡ്യൂസ്ഡ് ആൻഡ് ഹൗ ഇറ്റ് ഈസ് ഡിസ്ട്രിബ്യൂട്ടഡ് അതാണ്. അപ്പം എങ്ങനെ വെൽത്ത് നമുക്ക് പ്രൊഡ്യൂസ് ചെയ്യാം, ഒരു രാജ്യത്തിനെ സംബന്ധിച്ചിടത്തോളം എങ്ങനെ, വെൽത്ത് എന്ന് പറഞ്ഞാൽ സമ്പത്ത് അല്ലേ, സമ്പത്ത് എങ്ങനെ പ്രൊഡ്യൂസ് ചെയ്യാം, ആ പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള സമ്പത്തിനെ എങ്ങനെ ഇഫക്റ്റീവായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാം, ജനങ്ങളുടെ ഇടയിൽ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാം. ഈ കാര്യമാണ് ആര് ഫോക്കസ് ചെയ്യുന്നത്, ആഡം സ്മിത്ത് അദ്ദേഹത്തിൻ്റെ വെൽത്ത് ഡെഫിനിഷനിലൂടെ ഫോക്കസ് ചെയ്യുന്നത്. ഹൗ വെൽത്ത് ഈസ് പ്രൊഡ്യൂസ്ഡ് ആൻഡ് ഡിസ്ട്രിബ്യൂട്ടഡ്, ആ സംഭവമാണ് അദ്ദേഹം ഫോക്കസ് ചെയ്യുന്നത്. ആഡം സ്മിത്തിന് ശേഷം പിന്നീട് വന്നിട്ടുള്ള ഒരു എക്കണോമിസ്റ്റാണ് ആര്, ആൽഫ്രഡ് മാർഷൽ എന്ന് പറയുന്നത്. അദ്ദേഹത്തിൻ്റെയാണ് വെൽഫെയർ ഡെഫിനിഷൻ. വളരെ പോപ്പുലറായിട്ടുള്ളൊരു ഡെഫിനിഷനാണ് വെൽഫെയർ ഡെഫിനിഷൻ. അപ്പം ഈ ആൽഫ്രഡ് മാർഷൽ എന്ത് ചെയ്തു, ഈ സ്മിത്തിൻ്റെ വെൽത്ത് എന്ന് പറയുന്ന ആ ടേമിൽ നിന്നും ഫോക്കസ് മാറ്റിയിട്ട് വെൽത്തിനല്ല അദ്ദേഹം ഫോക്കസ് കൊടുത്തത്, പകരം വെൽഫെയറിനാണ് ഫോക്കസ് കൊടുത്തത്. വെൽത്ത് എന്ന് പറഞ്ഞാൽ നമുക്ക് സമ്പത്താണെന്ന് പറയാം അല്ലേ. അദ്ദേഹം എന്ത് പറഞ്ഞു, he shifted the emphasis from wealth to human welfare. അദ്ദേഹം പറയുന്നത് വെൽത്തിനല്ല നമ്മൾ എന്ത് കൊടുക്കേണ്ടത്, ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത്, പകരം എന്തിനായിരിക്കണം, വെൽഫെയറിനായിരിക്കണം ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് അല്ലേ. വെൽഫെയർ എന്ന് പറഞ്ഞാൽ ക്ഷേമം, ജനങ്ങളുടെ ക്ഷേമത്തിനാണ് എന്ത് ചെയ്യേണ്ടത്, എക്കണോമിക്സിൽ പ്രാധാന്യം കൊടുക്കേണ്ടത്. ക്ഷേമങ്ങൾ എങ്ങനെ പഠിക്കാനും അത് പരിഹരിക്കുക ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് ആണ് എക്കണോമിക്സ് പ്രധാനമായിട്ടും യൂസ് ചെയ്യുന്നതാണ് ആര് പറയുന്നത്. അപ്പം വെൽത്ത് ഈസ് ഓൺലി എ മീൻസ് ടു എൻഡ്, ദി എൻഡ് ഈസ് ബീയിങ് ഹ്യൂമൻ വെൽഫെയർ. അപ്പം അദ്ദേഹം എന്താണ് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ വെൽത്ത് എന്ന് പറയുന്നത് നമുക്ക് ഓൺലി എ മീൻസ് ടു എൻഡ്, അതായത് ഒരു വഴി മാത്രമാണ്. എൻഡ് എന്ന് പറയുന്നത് എന്താണ്, നമ്മുടെ യഥാർത്ഥ ലക്ഷ്യം എന്ന് പറയുന്നത് എന്താണ്, വെൽഫെയർ ആണ്, ജനങ്ങളുടെ ക്ഷേമമാണ്. ഈ ക്ഷേമം മാറ്റാനുള്ള ഒരു വഴി മാത്രമാണ് എന്ത്, വെൽത്ത് എന്ന് പറയുന്നത്, സമ്പത്ത് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം വെൽത്ത് ഈസ് ഓൺലി എ മീൻസ് ടു എൻഡ്, ദ എൻഡ് ഈസ് ബീയിങ് ഹ്യൂമൻ വെൽഫെയർ. അപ്പം പ്രാധാന്യം എന്ന് പറയുന്നത് എന്തിനാണ് കൊടുക്കേണ്ടത്, ഹ്യൂമൻ വെൽഫെയറിനാണ് ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് എന്നാണ് ആര് പറയുന്നത്, ആൽഫ്രഡ് മാർഷൽ അദ്ദേഹത്തിൻ്റെ വെൽഫെയർ ഡെഫിനിഷനിൽ നിന്നും പറയുന്നത്. ഓക്കെ,
അപ്പോൾ ഇങ്ങനെയാണ് ഈ ഡെഫിനിഷൻസ് പോകുന്നത്. അത് ഒരു ഡെഫിനിഷൻ്റെ പോരായ്മകൾ പരിഹരിച്ചുകൊണ്ടായിരിക്കും അടുത്ത ഡെഫിനിഷൻ വരുന്നത്. അതിനുശേഷം ആ ഡെഫിനിഷൻ്റെ പോരായ്മകൾ പരിഹരിച്ചുകൊണ്ട് പുതിയ ഡെഫിനിഷൻ വരും. അങ്ങനെ ആണ് നമ്മുടെ ഇതിൻ്റെ ഡെഫിനിഷൻസ് പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം ഈ അടുത്ത ഡെഫിനിഷൻ ഇത് കുറച്ചും കൂടെ ക്ലിയർ ആയിട്ടുള്ള മറ്റൊരു ഡെഫിനിഷനാണ് സ്കേഴ്സിറ്റി ഡെഫിനിഷൻ. ഇപ്പം സ്കേഴ്സിറ്റി ഡെഫിനിഷൻ നമ്മൾ അടുത്ത ക്ലാസ്സുകളിൽ നമ്മൾ ഡിസ്കസ് ചെയ്യും. ഇപ്പം ഇതാണ് വെൽഫെയർ ഡെഫിനിഷൻ, മാർഷലിൻ്റെ വെൽഫെയർ ഡെഫിനിഷൻ.